ജനുവരി 1 ന്യൂ ഇയർ ആഘോഷങ്ങൾ കഴിഞ്ഞ് വീട്ടിൽ വന്ന മോർഗൻ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് അവൾ എഴുന്നേറ്റു. അപ്പോൾ അവളുടെ മുറിയിൽ ഒരാൾ കറുത്ത വസ്ത്രങ്ങളും മാസ്കും ഒക്കെ ധരിച്ച് നിൽക്കുന്നത് കണ്ടു. അയാൾ അവളെ ആക്രമിച്ചു പീഡിപ്പിക്കാനും ശ്രമിച്ചു. ഇതിനുശേഷം അവളുടെ കണ്ണൊക്കെ മൂടിക്കെട്ടി വീടിന്റെ പോർച്ചിൽ അവളെ കൊണ്ടിട്ടു. അവൾ ഒരു ശബ്ദം പോലും ഉണ്ടാക്കിയില്ല, കാരണം മോർഗൻ ഭയന്നു പോയിരുന്നു. അവളെ ആക്രമിച്ച ആളുടെ കയ്യിൽ തോക്കുമുണ്ടായിരുന്നു. 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരാൾ നടന്നു വരുന്ന ശബ്ദം അവൾ കേട്ടു. അവൾ ഓർത്ത് അവളെ ഉപദ്രവിച്ച ആളായിരിക്കുമെന്ന്. പക്ഷേ അത് അവളുടെ മുൻ ഭർത്താവ് റോഡ്നി ആയിരുന്നു. കുറച്ച് ദിവസം മുമ്പാണ് അവന് പാൻക്രിയാറ്റിക് ക്യാൻസർ ഉണ്ടെന്ന് കണ്ടെത്തിയത്. അവനെ പെട്ടെന്ന് കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷവും ആശ്വാസവുമായി. റോഡ്നി പോലീസിനെ വിളിച്ചു. അവർ സ്ഥലത്തെത്തി ഇരുവരോടും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ പോലീസിന് സംശയം തോന്നി, കാരണം എന്തിന് റോഡ്നി പുലർച്ചെ മുൻ ഭാര്യയുടെ വീട്ടിൽ വന്നു എന്ന് ചോദിച്ചപ്പോൾ ആരോ അവന്റെ ജനൽ തട്ടി മോർഗന്റെ പേര് പറഞ്ഞെന്നും അങ്ങനെയാണ് അവൻ എത്തിയത് എന്നുമാണ് അവൻ പറഞ്ഞത്. തുടർന്ന് പോലീസ് റോഡ്നിയുടെ വീട്ടിൽ തിരച്ചിൽ നടത്തിയപ്പോൾ അവന്റെ ലാപ്ടോപ്പ് പരിശോധിച്ചു. അതിൽ അവൻ സെർച്ച് ചെയ്ത കാര്യങ്ങൾ കണ്ടപ്പോൾ പോലീസിന് മനസ്സിലായി അവൻ ഹീറോ അല്ല, വില്ലനാണെന്ന്. എങ്ങനെ ക്യാൻസർ ആണെന്നുള്ള ഫേക്ക് സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാം, എങ്ങനെ എക്സിന്റെ സിമ്പതി പിടിച്ചു പറ്റാം, ഒരു മനുഷ്യനെ ശ്വാസം മുട്ടിച്ചാൽ എത്ര നേരം കൊണ്ട് ബോധം കെടുത്താം എന്നിങ്ങനെയൊക്കെയായിരുന്നു അവന്റെ സെർച്ച് ലിസ്റ്റ്. മുൻ ഭാര്യയുമായി വീണ്ടും ഒന്നിക്കാനാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്.